അഞ്ചാം ക്ലാസ് അറബിക്കിലെ 5ാമത്തെ യൂണിറ്റ് സലാമത്തുന അവർ സേഫ്റ്റി. സലാമത്ത് മീൻസ് സേഫ്റ്റി, സുരക്ഷ. സലാമത്തുന നമ്മുടെ സുരക്ഷ. ഇതിൽ ഒന്നാമത്തെ പാഠം അസലാമത്ത് എന്നൊരു സംഭാഷണമാണ്. ഇത് റോഡ് നിയമങ്ങളും മറ്റും പാലിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അസലാമത്ത്, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ? എന്താണിത്? ഒരു അന്ധനായ ഒരാളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന ഒരു കുട്ടിയാണല്ലേ? ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മൾ സഹായിക്കണം. അസലാമത്ത് സേഫ്റ്റി, സുരക്ഷ. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു പാഞ്ഞു. അസ്റഅത്ത് എന്ന് പറഞ്ഞാൽ കുതിച്ചു പാഞ്ഞു, വേഗം പോയി. സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ്. നഹ്വൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിന് നേരെ, ഹോസ്പിറ്റലിലേക്ക്. ഏതോ രോഗിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഒരു ആംബുലൻസ്. കാനശാരിയോ മുസ്ദഹിമൻ, റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. മുസ്ദഹിമൻ മീൻസ് ക്രൗഡഡ്, തിരക്ക് പിടിച്ചത്. റോഡ് നല്ല തിരക്കായിരുന്നു, ഒരുപാട് വാഹനങ്ങൾ റോഡിലുണ്ടായിരുന്നു. ഫജഅതൻ പെട്ടെന്ന് ഔഖഫ സായിഖു അസ്സയ്യാറത്ത, ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് നിർത്തി. ഔഖഫ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അസായിഖു ഡ്രൈവർ, അസ്സയ്യാറത്ത കാർ. ഇവിടെ കാർ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ആണ്, സയ്യാറത്തുൽ ഇസ്ആഫ് ആണ്. ഓക്കെ, ആ കാർ, ആ സയ്യാറത്ത ആംബുലൻസ് അദ്ദേഹം അവിടെ നിർത്തി. എന്തുകൊണ്ടാണ് നിർത്തിയത്? കാലഫി നഫ്സിഹി, അയാൾ മനസ്സിൽ പറഞ്ഞു, മാതാ സാഫലു, ഞാൻ എന്ത് ചെയ്യും? യഷ്കുൽ മരീലു മിൻ അലമിൻ ഷദീദിൻ, രോഗി കഠിനമായ വേദനയാൽ കരയുകയാണ്. പിന്നെയോ എന്തിനാ പിന്നെ ഇയാൾ നിർത്തിയത്? കാരണം റോഡിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, ട്രാഫിക് ബ്ലോക്കാണ് അല്ലേ, തിരക്ക് പിടിച്ചിരിക്കുകയാണ് റോഡ്. അങ്ങനെ അതുകൊണ്ടാണ് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തിയത്. ലാ യസാലു ബൂക്കുൽ ഇസ്ആഫി യുസവ്വിത്ത്, ആംബുലൻസിന്റെ സൈറൺ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടി സ്റ്റോപ്പാക്കിയെങ്കിലും സൈറൺ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബൂക്ക് മീൻസ് സൈറൺ. അൽ ഇസ്ആഫ്, ബൂക്കുൽ ഇസ്ആഫ് ആംബുലൻസിന്റെ സൈറൺ. യുസവ്വിത്ത് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ലാ യസാലു യുസവ്വിത്ത് എന്ന് പറഞ്ഞാലോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ലാ യസാലു വന്നാൽ അർത്ഥമുണ്ടാവുക. സമയ ഷുർത്തിയുൽ മുറൂരി അൽ ബൂക്ക, ട്രാഫിക് പോലീസ് ഈ സൈറൺ കേട്ടു. സിറ്റികളിൽ, പട്ടണങ്ങളിൽ ട്രാഫിക് പോലീസ് ഉണ്ടാകും അല്ലേ? ട്രാഫിക് പോലീസ് ആംബുലൻസിന്റെ സൈറൺ കേട്ടു. അങ്ങനെ അത് കേട്ടപ്പോൾ ദഹബ മുസ്രിഅൻ നഹവ സയ്യാറത്തി, അദ്ദേഹം വേഗം ആംബുലൻസിന്റെ അടുക്കലേക്ക് പോയി. വഹയ്യ ത്വരീഖ, എന്നിട്ട് വഴിയൊരുക്കി. ദഹബ അദ്ദേഹം പോയി, മുസ്രിഅൻ സ്പീഡിൽ, വേഗം പോയി. നഹവ സയ്യാറത്തി ആംബുലൻസിന്റെ അടുക്കലേക്ക്. വഹയ്യ ത്വരീഖ എന്നിട്ട് വഴി ഒരുക്കി. ഹയ്യ മീൻസ് ഒരുക്കുക, തയ്യാറാക്കുക. അതായത് റോഡിലെ ആംബുലൻസിന്റെ മുമ്പിലുള്ള വാഹനങ്ങളെയൊക്കെ ഒതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി അദ്ദേഹം ഒരുക്കി. അങ്ങനെ ബാദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം വസലത്ത് സയ്യാറത്തു ഇലൽ മുസ്തഷ്ഫ, ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തി. വസല എത്തി. ഉദ്ഖിലൽ മരീളു, രോഗി പ്രവേശിപ്പിക്കപ്പെട്ടു. ഫി വഹദത്തുൽ ഇനായത്തുൽ ഫായിഖ, ICUവിൽ. വഹദത്തുൽ ഇനായത്തുൽ ഫായിഖ മീൻസ് ICU. അങ്ങനെ രോഗി ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതാണ് ആംബുലൻസ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുന്നത് അല്ലേ? എന്തൽ ഗുറൂബി, അസ്തമയം ആയപ്പോൾ, അതായത് വൈകുന്നേരം അസ്തമയ സമയമായപ്പോൾ, റജഅ സായിഖു ഇലാ മൻസിലിഹി, ഡ്രൈവർ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ആംബുലൻസ് ഡ്രൈവർ വീട്ടിലേക്ക് മടങ്ങി. വകാന മുതാബൻ, അയാൾ ക്ഷീണിതനായിരുന്നു. മുതാബ് മീൻസ് ക്ഷീണിതൻ. സഅലഹു ഇബ്നുഹു മാജിദ്, അയാളുടെ മകനായ മാജിദ് അയാളോട് ചോദിച്ചു, മാ ബിക യാ ബാബ, എന്ത് പറ്റി ഉപ്പ? അപ്പോൾ വാലിദ്, ഉപ്പ പറയുകയാണ്, സ്വദമത് സയ്യാറത്തുൻ ബി ഹാഫിലത്തിൻ ഫിൽ മഫ്രഖ്, ജംഗ്ഷനിൽ ഒരു കാറ് ബസ്സുമായി കൂട്ടിയിടിച്ചു. സ്വദമ മീൻസ് കൂട്ടിയിടിച്ചു. സ്വദമത്ത് സയ്യാറത്തുൻ, ഒരു കാറ് ഇടിച്ചു. ബി ഹാഫിലത്തിൻ, ഒരു ബസ്സുമായിട്ട്. ഫിൽ മഫ്രഖ്, ജംഗ്ഷനിൽ. മഫ്രഖ് മീൻസ് ജംഗ്ഷൻ. മാജിദ്, കൈഫ, എങ്ങനെ? അൽ വാലിദ്,
തജാവസ സായിഖു ഇഷാറത്തൽ മുറൂരിൽ ഹംറ. ഡ്രൈവർ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു. തജാവസ എന്നാൽ ലംഘിച്ചു. അസായിഖു ഡ്രൈവർ ഇഷാറത്തൽ മുറൂരിൽ ഹംറ ചുവന്ന ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് നിറം കത്തും അല്ലേ? ചുവപ്പ് ലൈറ്റ് കത്തിയാൽ എന്ത് ചെയ്യണം? വണ്ടി അവിടെ നിർത്തണം. അപ്പൊ അത് ലംഘിച്ചു ഡ്രൈവർ, എന്ന് വെച്ചാൽ വണ്ടി നിർത്താതെ പോയി. അങ്ങനെയാണ് അപകടമുണ്ടായത്. മാജിദ് ഹൽ തൂക്കിഫുൽ മർക്കബാത്തി എന്താ ലോയിൽ അഹ്മർ. ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ വാഹനം നിർത്തണ്ടേ? ഹൽ നൂക്കിഫു നമ്മൾ നിർത്തുമോ? അൽ മർക്കബാത്തി വാഹനങ്ങൾ ഇന്ദ ലോയിൽ അഹ്മർ ചുവന്ന ലൈറ്റ് പ്രകാശിക്കുമ്പോൾ. അപ്പോൾ വാലിദ് പറയാണ് തൊബാൻ തീർച്ചയായും നൂക്കിഫ് നമ്മൾ നിർത്തണം അല്ലേ? ആ സമയത്ത് നമ്മൾ വാഹനം നിർത്തേണ്ടതാണ്. പക്ഷേ ഇയാൾ നിർത്താതെ പോയി, അതുകൊണ്ടാണ് ആക്സിഡന്റ് ആയത്. മാജിദ് മത്താ നസീറു ഇലല്ലമാം. അങ്ങനെ നമ്മൾ നിർത്തിയാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോവുക? ട്രാഫിക് സിഗ്നൽ ഇതാണല്ലേ ട്രാഫിക് സിഗ്നൽ. ഇതിൽ ഈ മേലെയുള്ള ചുവന്ന നിറം കത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നിർത്തണം. പിന്നെ എപ്പോഴാണ് പോകേണ്ടത്? നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് നിറം കത്തിയാലാണ് പോകേണ്ടത് എന്നാണ് മാജിദ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം പറയുന്നത് എന്താണ് പിതാവ്? യുലി ഉൽ ലൗനുൽ അസ്ഫറു അവലൻ. ആദ്യം മഞ്ഞ നിറം കത്തും അല്ലെ? നടുവിലുള്ള മഞ്ഞ നിറം ആദ്യം കത്തും. ആദ്യം ചുവന്ന നിറം കത്തിയാൽ വണ്ടി നിർത്തും. നിർത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ നിറം കത്തും. അപ്പോൾ വാഹനങ്ങൾ പോകാൻ വേണ്ടി തയ്യാറാകും. തയ്യാറാകും അൽ മർക്കബാത്തു വാഹനങ്ങൾ ലിസൈരി പോകാൻ വേണ്ടി. അപ്പൊ ആദ്യം ചുവന്ന നിറം കത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്തു, വണ്ടി നിർത്തിയാൽ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ നിറം കത്തും. മഞ്ഞ ലൈറ്റ് കത്തിയാലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. സുമ്മ യുലി ഉൽ അഖ്ളർ പിന്നെ പച്ച ലൈറ്റ് കത്തും. പച്ച ലൈറ്റ് പ്രകാശിച്ചാൽ ഫതസീറുൽ മർക്കബാത്ത് അപ്പോൾ വാഹനങ്ങൾ മുന്നോട്ടേക്ക് പോകും. മനസ്സിലായില്ലേ? ആദ്യം ചുവന്ന കത്തിയാൽ വണ്ടി നിർത്തണം, പിന്നെ മഞ്ഞ കത്തിയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിൽക്കണം, പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കണം. പിന്നെ മഞ്ഞ കത്തിയാൽ ഉടനെ മനസ്സിലാക്കണം, ഉടനെ പച്ച കത്തുമെന്നത്. അങ്ങനെ പച്ച കത്തിയാൽ മുമ്പോട്ടേക്ക് പോവുക. ബുനയ്യ മോനെ സലാമത്തുനാ ഫിൽ ഹിഫാദി അലാ തഅലീമാത്തിൽ മുറൂർ. ട്രാഫിക് നിയമങ്ങൾ സംരക്ഷിക്കുന്നതിലാണ്, പാലിക്കുന്നതിലാണ് നമ്മുടെ സുരക്ഷ. ട്രാഫിക് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്, അത് നമ്മൾ പാലിക്കണം. ഇതാണ് ജംഗ്ഷൻ അല്ലേ? 4 ഭാഗത്തു നിന്നും റോഡ് വരുന്നതിനാണ് ജംഗ്ഷൻ എന്ന് പറയുക. എല്ലാ ഭാഗത്തേക്കും ട്രാഫിക് സിഗ്നൽ വെച്ചിട്ടുണ്ടാകും. ഇനി നുജീബു അനിൽ അസ്ഇല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇല ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്. ആംബുലൻസ് എങ്ങോട്ടേക്കായിരുന്നു കുതിച്ചു പോയത്? എങ്ങോട്ടേക്കായിരുന്നു? ഹോസ്പിറ്റലിലേക്കാണ് അല്ലേ? അപ്പൊ ഉത്തരം എഴുതുമ്പോൾ അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി ഇലൽ മുസ്തഷ്ഫ. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു പാഞ്ഞു. മാതാ യഷ്കു അൽ മരീദു രോഗി എന്താണ് ആവലാതിപ്പെടുന്നത്? അല്ലെങ്കിൽ ലിമ വെച്ചോ, ലിമ യഷ്കു അൽ മരീദു രോഗി എന്തിനാണ് വേവലാതിപ്പെടുന്നത്? എന്തിനാണ് കരയുന്നത്? എന്തുകൊണ്ടാണ് രോഗി കരയുന്നത്? വേദന കൊണ്ടല്ലേ? അപ്പോൾ യഷ്കു അൽ മരീദു ബി മറലിൻ ഷദീദിൻ ശക്തമായ വേദന കൊണ്ട് രോഗി കരയുന്നു. യഷ്കു അൽ മരീദു മിൻ മറലിൻ ഷദീദിൻ അങ്ങനെ പറഞ്ഞു. ശക്തമായ വേദന കൊണ്ട് രോഗി കരയുന്നു. മാതാ സമയ ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് എന്താണ് കേട്ടത്? മാതാ സമയ എന്താണ് കേട്ടത്? ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് എന്താ കേട്ടത്? സൈറൺ അല്ലേ? അപ്പോൾ സമയ ഷുർത്തിയുൽ മുറൂരി ബൂക്കൽ ഇസ്ആഫി ആംബുലൻസിന്റെ സൈറൺ. സമയ ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് കേട്ടു ബൂക്കൽ ഇസ്ആഫ് ആംബുലൻസിന്റെ സൈറൺ. മത്താ റജാ സായിക്കു ഇല മൻസിലിഹി സായിക്ക് ഡ്രൈവർ എപ്പോഴാണ് തന്റെ വീട്ടിലേക്ക് മടങ്ങിയത്? വൈകുന്നേരം അസ്തമയത്തോടടുത്ത് അല്ലേ? അതെങ്ങനെ പറയും? റജഅ സായിക്കു ഇല മൻസിലിഹി ഇൻദൽ ഖുറൂബി സായിക്ക് തന്റെ വീട്ടിലേക്ക് മടങ്ങി ഇൻദൽ ഖുറൂബി അസ്തമയത്തോടെ. അതിന് ഇൻദൽ ഖുറൂബി എന്നാണ് പറയുക. മാതാ ഫഅല ഷുർത്തിയുൽ മുറൂർ എന്ത് ചെയ്തു? ആംബുലൻസിന്റെ സൈറൺ കേട്ടപ്പോൾ ട്രാഫിക് പോലീസ് എന്താണ് ചെയ്തത്? ഷുർത്തിയുൽ മുറൂർ വഴിയൊരുക്കല്ലേ ആംബുലൻസിന് വേണ്ടി. അപ്പോൾ ഹയ്യ ഷുർത്തിയുൽ മുറൂർ അത്വരീഖ ലി സിയാറത്തിൽ ഇസ്ആഫ് ട്രാഫിക് പോലീസ് ആംബുലൻസിന് വേണ്ടി
വഴിയൊരുക്കി. ഹയ്യ ഒരുക്കി. ട്രാഫിക് പോലീസ് ഷുർത്തിയുൽ മുറൂർ അത്തൊരീക്ക വഴി ലിസയ്യാറത്തിൽ ഇസാഫ് ആംബുലൻസിന് വേണ്ടി. ഇനി ഇവിടെ കുറെ ട്രാഫിക് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അൽ മദ്രസ സ്കൂൾ, അതായത് ആ റോഡിന്റെ അടുക്കൽ എവിടെയോ സ്കൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സ്കൂൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വാഹനങ്ങൾ പതുക്കെ പോകണം. എന്തുകൊണ്ടാണ്? സ്കൂൾ വിട്ടാലും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും, ഒരുപാട് കുട്ടികളുള്ളതാണ്. അതുകൊണ്ട് വാഹനം പതുക്കെ പോകണം സ്കൂൾ പരിസരത്ത്. ഇത് പി എന്ന് എഴുതിയാൽ അൽ മൗഖിഫാണ്, പാർക്കിംഗ് ആണ്. അവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം. ഇതെന്താണ്? മഹത്വത്തുൽ പെട്രോൾ, പെട്രോൾ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നലാണത്. അൽ മഫ്രഖ് ജംഗ്ഷൻ, ജംഗ്ഷന്റെ ചിഹ്നം ഇതാണ്. ഇങ്ങനെയാണ് ജംഗ്ഷൻ കാണിക്കുക. അതായത് മുമ്പിൽ റോഡ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഒരു സിഗ്നൽ ഒരു ജംഗ്ഷൻ മുമ്പിൽ വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ചിഹ്നം. ഇത് മഅബറുൽ മുഷാത്ത്, സീബ്ര ക്രോസിംഗ്, സീബ്ര ലൈൻ അല്ലേ? നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗം അവിടെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. സ്റ്റോപ്പ്, ഇങ്ങനെ കണ്ടാൽ അവിടെ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യാനാണ്. ഓക്കെ. ഇനി നഖറഉൽ ഫിക്രത്ത, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനക്തുബുൽ കലിമാത്തിൽ മുവാഫിഖത ലിസ്സൂറത്തി, ചിത്രങ്ങൾക്ക് അനുയോജ്യമായ കലിമത്തുകൾ അതിൽ നിന്നും കണ്ടെത്താം, എഴുതാം. ഈ ചിത്രങ്ങളുടെ വാക്ക് ഇവിടെ എഴുതിയാൽ മതി. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെന്റൻസ് ജുംലത്താണ് ഉദ്ദേശിച്ചത്. നോക്കാം. മസാ യൗമിൽ ലഹദി, ഞായറാഴ്ച വൈകുന്നേരം. മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, യൗമുൽ ലഹദ് ഞായറാഴ്ച. മസാ യൗമിൽ ലഹദി, ഞായറാഴ്ച വൈകുന്നേരം. ദഹബ്ന ഇലാ ഡാഷ്, ഇവിടെ എന്തിന്റെ ചിത്രമാണുള്ളത്? സിറ്റിയുടെ ചിത്രമാണല്ലേ, ഒരു പട്ടണം. അപ്പോൾ ഞങ്ങൾ പട്ടണത്തിലേക്ക് പോയി എന്നാണ് പറയേണ്ടത്. ഇതിന്റെ പേര് ഇവിടെ എഴുതിയാൽ മതി. മസാ യൗമിൽ ലഹദി, ഞായറാഴ്ച വൈകുന്നേരം. ദഹബ്ന ഇലൽ മദീന, ഞങ്ങൾ പട്ടണത്തിലേക്ക് പോയി. ഓക്കെ. അടുത്തത് കാന ശാരിഉ, റോഡ് ആയിരുന്നു. കാന ആയിരുന്നു, അശാരിഉ റോഡ് എന്തായിരുന്നു? ഇതെന്താണ്? ക്രൗഡഡ്, തിരക്ക് പിടിച്ചതല്ലേ? അപ്പൊ കാന ശാരിഉ മുസ്ദഹിമൻ എന്നിവിടെ എഴുതുക. കാന ശാരിഉ മുസ്ദഹിമൻ, മുസ്ദഹിമൻ എന്ന് എഴുതിയാൽ മതി. റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. അടുത്ത് ഇതെന്താണ് ചിത്രം? ജംഗ്ഷൻ ആണല്ലേ? അപ്പോ വഖഫത്തി സയ്യാറാത്തു, വാഹനങ്ങൾ നിർത്തി. സുഫൂഫൻ, നിരയായിക്കൊണ്ട്, അണിയായിക്കൊണ്ട്. ഇന്ദ ഡാഷ്, ഇന്ദൽ മഫ്രഖ്, ജംഗ്ഷന് മഫ്രഖ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇന്ദൽ മഫ്രഖ്, ജംഗ്ഷന്റെ അടുക്കൽ വാഹനങ്ങൾ അണിയായി നിർത്തി. റഅയ്ന ഫീഹി, അവിടെ ഞങ്ങൾ കണ്ടു. ഇവിടെ ജംഗ്ഷനിൽ ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു? ഇത് കണ്ടു. ഇതെന്താണ്? ഇതാണ് ഇഷാറത്തുൽ മുറൂർ, ട്രാഫിക് സിഗ്നൽ അല്ലെ? അപ്പൊ റഅയ്ന ഫീഹി ഇഷാറത്തുൽ മുറൂർ, ഞങ്ങൾ അവിടെ ട്രാഫിക് സിഗ്നൽ കണ്ടു. ബഅദ ലഹ്ളാത്തിൻ, നിമിഷങ്ങൾക്ക് ശേഷം, അല്പസമയത്തിന് ശേഷം. അല്ലാഹ് പ്രകാശിച്ചു. എന്ത്? ഈ പച്ച നിറം അല്ലെ? പച്ച നിറത്തിന് എന്ത് പറയും? അല്ലൗഉൽ അഖ്ളർ, പച്ച നിറം പ്രകാശിച്ചു. അല്ലൗഉൽ അഖ്ളർ. സിർനാ ഇലൽ അമാമി, അപ്പോൾ ഞങ്ങള് മുമ്പോട്ടേക്ക് പോയി. ഫശാഹദന, അപ്പോൾ ഞങ്ങൾ കണ്ടു. അൽ മുഷാത്ത, നടക്കുന്നവരെ, കാൽനട യാത്രക്കാരെ. യഅബുറൂന, മുറിച്ചു കടക്കുന്നത്, ക്രോസ് ചെയ്യുന്നത്. അബറ മീൻസ് ക്രോസ് ചെയ്യുക, റോഡ് ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് മുറിച്ചു കടക്കുക. അങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അലാ ഡാഷ്, അലാ മഅബരിൽ മുഷാത്ത്, ഇതിന്റെ പേരെന്താണ്? മഅബറുൽ മുഷാത്ത്, സീബ്ര ലൈൻ അല്ലെ? സീബ്ര ലൈനിൽ കൂടെ റോഡ് മുറിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഔഖഫ്ന അസ്സയ്യാറത്ത ഫിൽ മൗഖിഫ്, ഇത് പാർക്കിംഗ് ആണ് അല്ലേ? സയ്യാറത്ത്, കാർ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ ഔഖഫ, പാർക്ക് ചെയ്തു, നിർത്തി. അപ്പൊ ഇവിടെ അൽ മൗഖിഫ് എന്ന് എഴുതുക. വഖറജ്ന ഇലൽ മുൻതസഹ്, എന്നിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. മുൻതസഹ് മീൻസ് പാർക്ക്. നഖറ വനഫഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. മുനീറുൻ ത്വാലിബുൻ, മുനീർ ഒരു വിദ്യാർത്ഥിയാണ്. യദുർസു ഫി ഇഹ്ദാ മദാരിസിൽ മദീനത്തി, സ്കൂൾ, പട്ടണത്തിലെ ഒരു സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. യദുർസു, അവൻ പഠിക്കുന്നു. ഫി ഇഹ്ദാ മദാരിസി, ഒരു സ്കൂളിൽ. അൽ മദീനത്തി, പട്ടണത്തിലെ. ഫി അഹദിൽ അയ്യാമി, ഒരു ദിവസം. ആദ മുനീറുൻ ഇലാ മൻസിലിഹി, മുനീർ തന്റെ വീട്ടിലേക്ക് മടങ്ങി. വാലിദുഹു ജാലിസുൻ ഫി വാജിഹത്തിൽ ബൈത്തി, അവന്റെ ഉപ്പ വാജിഹത്തുൽ ബൈത്തിൽ, വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. വാലിദുഹു, അവന്റെ ഉപ്പ ജാലിസുൻ, ഇരിക്കുന്നുണ്ട്.
ഫി വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ മുൻവശത്ത്, ഉമ്മറത്ത്. കാലലി വാലിദിഹി, അവൻ ഉപ്പയോട് പറഞ്ഞു, ബാബ ഉപ്പ, ഇസ്തദമത്ത് സയ്യാറത്തുൻ ബിദറാജത്തിൻ, ഒരു കാറ് ഒരു സൈക്കിളിനെ ഇടിച്ചു. ഇസ്തദമത്ത് ഇടിച്ചു, സയ്യാറത്തുൻ കാറ്, ബിദറാജത്തിൻ ഒരു സൈക്കിളുമായിട്ട്. സക്കത്ത റജുലുൻ ഫിഷാരി, ഒരാള് റോഡിൽ വീണു. സക്കത്ത വീണു. വശാരിയു മുസ്തഹിമൻ, റോഡ് തിരക്കി പിടിച്ചതായിരുന്നു. സാലദ്ദമു മിൻ റിജ്ലിഹി, അയാളുടെ കാലിൽ നിന്നും രക്തമൊഴുകി. സാല ഒഴുകി, അദ്ദമു രക്തം, മിൻ റിജ്ലിഹി അയാളുടെ കാലിൽ നിന്നും. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണുള്ളത്? അൽ ജുംലത്തുൽ ഇസ്മിയ, അൽ ജുംലത്തുൽ ഫേലിയ എന്ന് കാണാം. ഒന്നാമത്തെ കോളത്തിൽ ഉള്ള ജുംലകളൊക്കെ ജുംല ഇസ്മിയായ ജുംലയാണ്. രണ്ടാമത്തെ കോളത്തിലുള്ളതോ ജുംല ഫേലിയായ ജുംലകൾ. അപ്പൊ ഇതിലുള്ള ഈ പാരഗ്രാഫിലുള്ള ജുംലകളാണ്, സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇസ്മിയായ സെന്റൻസുകൾ ഒരു കോളത്തിലും ഫേലിയായ സെന്റൻസുകളെ മറ്റൊരു കോളത്തിലും ആക്കിയിരിക്കുന്നു. അൽ ജുംല ഇസ്മിയ, മുനീറുൻ ത്വാലിബുൻ, മുനീർ ഒരു വിദ്യാർത്ഥിയാണ്. അത് ഇസ്മിയായ ജുംലയാണ്. എന്താണ് ഇസ്മിയായ ജുംല? ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുക. ഇവിടെ മുനീറുൻ ത്വാലിബുൻ എന്ന ജുംലയിൽ, എന്ന സെന്റൻസിൽ ആദ്യത്തെ വാക്യം ഏതാണ്? മുനീറാണ് അല്ലെ. അപ്പൊ മുനീർ ഒരു ഇസ്മല്ലേ? അതെ, ഇസ്മാണ്. അങ്ങനെ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയും. രണ്ടാമത്തെ നോക്കൂ, വാലിദുഹു ജാലിസുൻ, അവന്റെ പിതാവ് ഇരിക്കുന്നുണ്ട്. വാലിദ് അതാണ് ആദ്യത്തെ വാക്കല്ലേ, അത് ഇസ്മാണ്. അപ്പോൾ അത് ജുംലത്തുൻ ഇസ്മിയത്താണ്. അശാരിയോ മുസ്ദഹിമുൻ, റോഡ് തിരക്ക് പിടിച്ചതാണ്. അതിൽ ഷാരിയാണ് ആദ്യത്തെ വാക്ക്, അതുകൊണ്ട് അതും ജുംല ഇസ്മിയാണ്. ഇനി ജുംല ഫേലി ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ മുനീറുൻ ഇലാ മൻസിലിഹി, മുനീർ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ആദ എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങി. അത് ഇസ്മാണോ? അല്ല, അതൊരു ഫേലാണ് അല്ലെ, വെർബാണ്. അങ്ങനെ വെർബ് കൊണ്ട് തുടങ്ങുന്ന, ഫേല് കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ജുംലത്തുൻ ഫേലിയ എന്ന് പറയും. ഇസ്തദമത്ത് സയ്യാറത്തുൻ ബിദറാജത്തിൻ, കാർ ഒരു സൈക്കിളുമായി കൂട്ടിയിടിച്ചു. ഇസ്തദമ കൂട്ടിയിടിച്ചു എന്ന ഫീല് കൊണ്ടാണ് തുടങ്ങിയത്. സക്കത്ത റജുലുൻ ഫിഷാരി, ഒരു റജുല് ഷാരിയിൽ വീണു. അവിടെ വീണു എന്ന വാക്കാണ് തുടക്കത്തിലുള്ളത്, അതുകൊണ്ട് അതും ജുംല ഫേലിയാണ്. ഇതേപോലെ ഇസ്മിയായ ജുംലകളും ഫേലിയായ ജുംലകളും നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തണം. ഫിസ്വബാഹി, രാവിലെ. ഫിസ്വബാഹിൽ ബാക്കിരി, അതിരാവിലെ. സ്വാഹദ്ദി കൂ കൂ കൂ, കോഴി കൂ 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 എന്ന് കൂവി അല്ലെ, കോഴി കൂ. ഇസ്തേക്കല്ല ജോർജ് മിൻ നോമി, ജോർജ് ഉറക്കിൽ നിന്നും ഉണർന്നു. ഇസ്തേക്കല ഉണർന്നു. ഹുവ മുസാരിയുൻ മുജ്തഹിദുൻ, അദ്ദേഹം കഠിനാധ്വാനിയായ ഒരു കർഷകനാണ്. തനാവലൽ ഫത്തൂറ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ജോർജ്. വദഹബ ജോർജ് ഇലാ മസ്റഅത്തിഹി, എന്നിട്ട് ജോർജ് തന്റെ കൃഷിയിടത്തിലേക്ക് പോയി. മസ്റഅത്തുഹു വാസിയത്തുൻ, അയാളുടെ കൃഷിയിടം വിശാലമായതാണ്. വശംസു മുർത്തഫിയത്തുൻ, സൂര്യൻ ഉദിച്ചിരിക്കുന്നു. മുർത്തഫിയത്ത് ഉദിച്ചുയർന്നു, മേലെ എത്തിയിട്ടുണ്ട്. യഅമലു ജോർജ് ഫിൽ മസ്റഅത്തി ഹത്തൽ മസായി, ജോർജ് കൃഷിയിടത്തിൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. യഅമലു ജോർജ് ജോലി ചെയ്യുന്നു. ഫിൽ മസ്റഅത്തി കൃഷിയിടത്തിൽ, ഹത്തൽ മസായി വൈകുന്നേരം വരെ. ഇന്ദ ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. യർജിഉ ഇലാ മൻസിലിഹി, അയാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വഫി യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കീസുൻ, ഒരു കീസുണ്ട് അല്ലെ, ഒരു സഞ്ചിയുണ്ട്. മംലൂഉൻ ബിൽ ഹളറാവാത്തി, പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞ സഞ്ചി. മംലൂ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ. ജോർജ് മഹബൂബുൻ ഫിൽ ഖറിയത്തി, ജോർജ് തന്റെ നാട്ടിലെ, തന്റെ ഗ്രാമത്തിൽ ഇഷ്ടപ്പെടുന്നയാളാണ്. ഗ്രാമത്തിലെ ഒരു പ്രിയങ്കരനാണ് എന്ന് പറയാം. ജോർജിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൽ കുറെ ഫേലിയായ ജുംലകളും ഇസ്മിയായ ജുംലകളും ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇസ്മിയായ ജുംലകളും ഫേലിയായ ജുംലകളും. ജോർജ് മുസാരിയുൻ, അത് ഇസ്മിയായ ജുംലയാണ്. ജോർജ് ആണ് ആദ്യത്തെ വാക്കല്ലേ. അടുത്തത് മസ്റഅത്തുൻ വാസിയത്തുൻ, വിശാലമായ കൃഷിയിടം. മസ്റഅത്ത് കൊണ്ടാണ് തുടങ്ങിയത്, അതും ഇസ്മിയായ ജുംലയാണ്. അശംസു മുർത്തഫിയത്തുൻ, സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുകയാണ്. ഇസ്മിയായ ജുംല. കീസുൻ മംലൂഉൻ, നിറഞ്ഞ സഞ്ചി. അതും ഇസ്മിയായ ജുംല. ജോർജ് മഹബൂബുൻ, ജോർജ് പ്രിയങ്കരനാണ്. ഇനി അടുത്തത് അൽ ജുംലത്തുൽ ഫേലിയ. ഇതിലുള്ളതെല്ലാം ഫീൽ കൊണ്ടായിരിക്കും തുടങ്ങുന്നത്.
കാമദീക്കു സ്വാഹദീക്കു ആണല്ലേ. സ്വാഹദീക്കു കോഴി കൂവി. ഇസ്തൈഖള ജോർജ് ജോർജ് ഉണർന്നു. തനാവലൽ ഫത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റഹബ ജോർജ് ജോർജ് പോയി. യമൽ ജോർജ് ജോർജ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഫീലുകൾ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഫിലിയ ജുംല. ആദ്യത്തേത് ഇസ്മായതുകൊണ്ട് ഇസ്മിയ ജുംല. ഓക്കെ, ഇത്രയുമാണ് ഒന്നാമത്തെ പാഠത്തിലുള്ളത്. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം പഠിക്കാം.